കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് കോമയിലായ സംഭവത്തിൽ പ്രതി ഷെജീലിന് ജാമ്യം. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിന് IPC 304A പ്രകാരം കേസെടുത്തു. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിസ്ന, ഒരുപാട് നാളത്തെ ഒരു നിയമ പോരാട്ടം ഇതിലുണ്ടായിരുന്നു. ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രയാസം ആ കുടുംബം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിക്ക് ജാമ്യം ലഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ ഉപാധികൾ നൽകിയിട്ടാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിന് IPC 304A പ്രകാരം എടുത്ത കേസിലാണ് ഇപ്പോൾ പ്രതിക്ക് ജാമ്യം ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനം ഇടിക്കുകയും പിന്നീട് പ്രതി കടന്നു കളയുകയുമായിരുന്നു. ചേറോട് വെച്ച് നടന്ന സംഭവത്തിൽ തൃഷാനയുടെ മുത്തശ്ശി തൽക്ഷണം മരണപ്പെട്ടിരുന്നു. പിന്നീടാണ് ഈ ഇടിച്ച വാഹനത്തെ കണ്ടെത്താൻ കഴിയാതെ കേസന്വേഷണം പാതി വഴിയിലായത്. പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പിന്നീട് ഈ വാഹനം കണ്ടെത്തുകയായിരുന്നു. ഇന്നലെയാണ് നമുക്കറിയാം ഈ പ്രതി ഷെജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് കണ്ടെത്തുകയും വടകരയിലേക്ക് എത്തിച്ചതും. എന്തായാലും ജാമ്യം ലഭ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം നൽകിയത് വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ വാഹന ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ഷെജീലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ എത്തേണ്ട ഒരു ആവശ്യകത അയാൾക്കുണ്ട്. അല്ലാതെ മറ്റൊരു രീതിയിലും പ്രത്യേകിച്ച് ജാമ്യ വ്യവസ്ഥകൾ ഒന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതി ഷെജീലിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിന് IPC 304A പ്രകാരം എടുത്ത കേസിലാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. ദേവിക. ശരി.